കൊല്ലം ജില്ലാതല പട്ടയമേള ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാളിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാതലത്തിൽ പട്ടയ വിതരണ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. 1,77,000 പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. അപ്പോൾ 7.5 വർഷം കൊണ്ട് 3.4 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി മാറിയിരിക്കുകയാണ്. ഈ ഓരോ ആളും കുടുംബവും ദീർഘകാലമായി ഇത്തരമൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു. കേരളം സാമ്പത്തികമായി ഞെരുക്കപ്പെടുമ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 1.5 ലക്ഷം പട്ടയം എന്ന ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട്. അത് രണ്ടാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ന് 4ാം പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഈ 1.5 ലക്ഷത്തിലധികം ആൾക്കാർക്ക് പട്ടയം കൊടുത്തുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട്. ഇതിനകത്ത് തന്നെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നേറുന്നത് നാം കണ്ടു. നമ്മുടെ ഈ കേരളം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 7.5 വർഷക്കാലം കൊണ്ട് 3.5 ലക്ഷത്തിലധികം ആൾക്കാർക്ക് വീട് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട്. നമുക്കറിയാം, ഇന്നും ഭൂമിക്ക് സ്വന്തമായ ഒരു കൈവശം ആ രേഖയില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന നിരവധി ആൾക്കാരാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും രേഖയും അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ കാര്യങ്ങൾ എല്ലാം നടപ്പിലാക്കുവാൻ പറ്റാവുന്ന തലത്തിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചേർന്നു. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം നടന്ന കൊല്ലം ജില്ലാതല പട്ടയമേളയിൽ അർഹരായവർക്ക് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പട്ടയങ്ങൾ വിതരണം ചെയ്തു. പത്തനാപുരം 4, പുനലൂർ 54, കൊട്ടാരക്കര 49, കൊല്ലം 36, കരുനാഗപ്പള്ളി 11, കുന്നത്തൂർ 16 എന്നിങ്ങനെ 170 പട്ടയങ്ങളാണ് നൽകിയത്. എം മുകേഷ് MLA, ജില്ലാ കളക്ടർ N ദേവിദാസ്, സബ് കളക്ടർ മുകുന്ദ് ഠാക്കൂർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പട്ടയ വിതരണം നടത്തുന്ന വേദികളിലെല്ലാം വേളകളിലെല്ലാം നമ്മൾ അനുഭവപ്പെട്ടത്, ഞാൻ ആദ്യമായിട്ട് MLA ആയിട്ട് വന്നപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ പട്ടയം ലഭിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.